ചില കുറ്റകൃത്യങ്ങൾ അവസാനിക്കുന്നത് കോടതി മുറികളിലാണ്, മറ്റു ചിലത് തൂക്കുമരത്തിലും. പക്ഷേ 40 വർഷം കഴിഞ്ഞിട്ടും ഒരു മറുചോദ്യം പോലും ചോദിക്കാൻ കഴിയാതെ പോലീസിനെയും നിയമത്തെയും നോക്കി കൊഞ്ഞനം കുത്തുന്ന ഒരു കേസുണ്ട് കേരള ചരിത്രത്തിൽ. ഒരു ശനിയാഴ്ച രാത്രി, കൃത്യമായി പറഞ്ഞാൽ 1984 ജനുവരി 21, മാവേലിക്കര കുന്നം എന്ന ഗ്രാമം അന്നുറങ്ങിയിരുന്നില്ല. കഠിനമായ തണുപ്പുള്ള ആ രാത്രിയിൽ പാടവരമ്പത്ത് ഒരു തീഗോളമുയർന്നു. കത്തിയത് KLQ 7831 എന്ന നമ്പറിലുള്ള ഒരു കറുത്ത അംബാസഡർ കാർ. അതിനുള്ളിൽ സ്റ്റിയറിംഗിൽ മുറുകെ പിടിച്ച് കരിഞ്ഞടർന്ന മാംസവുമായി ഒരു മനുഷ്യ ശരീരം. അത് സുകുമാരക്കുറുപ്പായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാനായിരുന്നു അയാൾക്കിഷ്ടം. യഥാർത്ഥത്തിൽ ആ രാത്രി കത്തിയത് ഒരു മനുഷ്യനായിരുന്നില്ല, അതൊരു തുടക്കമായിരുന്നു. ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ ഏറ്റവും വലിയ മാൻ ഹണ്ടിന്റെ തുടക്കം. ഇന്നും ഉത്തരം കിട്ടാത്ത, കേരളം കണ്ട ഏറ്റവും വലിയ പിടികിട്ടാപ്പുള്ളിയുടെ കഥ. ആരാണ് സുകുമാരക്കുറുപ്പ്? ചെറിയനാട് എന്ന ഗ്രാമത്തിലെ സാധാരണക്കാരൻ. ആദ്യം ഇന്ത്യൻ എയർഫോഴ്സിൽ, പിന്നീട് അവിടെ നിന്ന് ചാടിപ്പോയി അബുദാബിയിലേക്ക്. 70കളിലെ ഗൾഫ് ബൂം, പെട്രോൾ പണം ഒഴുകുന്ന കാലം. അബുദാബിയിലെ ഷ്ലംബർജർ എന്ന വമ്പൻ മറൈൻ കമ്പനിയിൽ അയാൾക്ക് എക്സിക്യൂട്ടീവ് ജോലി കിട്ടി. പിന്നെ കുറുപ്പ് മറ്റൊരു മനുഷ്യനായിരുന്നു. വില കൂടിയ വിദേശ മദ്യം, മുന്തിയ ഇനം കാറുകൾ, അത്തറിന്റെ മണം. നാട്ടിൽ വരുമ്പോൾ കുറുപ്പ് ഒരു രാജാവായിരുന്നു, ആവശ്യക്കാർക്ക് വാരിക്കോരി കൊടുക്കുന്ന റോബിൻഹുഡ്. പക്ഷേ പുറമേ കാണുന്ന ഈ മാന്യതയ്ക്കുള്ളിൽ ആർത്തിയുടെ ഒരു ചെകുത്താൻ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. അയാൾക്ക് നാട്ടിൽ വലിയൊരു ബംഗ്ലാവ് പണിയണമായിരുന്നു. ഇനിയും പണം വേണം, ഒരുപാട് പണം. അപ്പോഴാണ് ജർമ്മനിയിൽ നടന്ന ഒരു ഇൻഷുറൻസ് തട്ടിപ്പിന്റെ വാർത്ത കുറുപ്പറിയുന്നത്. സ്വന്തം മരണം വ്യാജമായി സൃഷ്ടിച്ച് ഇൻഷുറൻസ് തുക തട്ടിയെടുത്ത വിരുദ്ധൻ. ആ വാർത്ത കുറുപ്പിന്റെ ഉറക്കം കെടുത്തി. തന്റെ പേരിലും ഒരു ഇൻഷുറൻസ് ഉണ്ട്, ഏകദേശം 8 ലക്ഷം രൂപ. ഓർക്കണം, 1984-ലെ 8 ലക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കോടികൾക്ക് തുല്യമാണ്. കുറുപ്പിന് ഒറ്റയ്ക്കിത് ചെയ്യാൻ കഴിയില്ലായിരുന്നു. അയാൾക്ക് വിശ്വസ്തരായ കൂട്ടാളികളെ വേണമായിരുന്നു. ഭാസ്കരപിള്ള, സ്വന്തം ഭാര്യ സഹോദരൻ, എന്തിനും പോന്ന വിശ്വസ്തൻ. പൊന്നപ്പൻ, കുറുപ്പിന്റെ ഡ്രൈവർ. ഷാഹു, അബുദാബിയിലെ കമ്പനിയിലെ പ്യൂൺ. അവർ ആദ്യം ആലോചിച്ചത് ആരെയും കൊല്ലാനായിരുന്നില്ല. ഒരു സെമിത്തേരിയിൽ നിന്ന് കുറുപ്പിന്റെ ശരീരപ്രകൃതിയുള്ള ഒത്ത ഒരു ശവം മോഷ്ടിച്ചാലോ? അവർ പല സെമിത്തേരികളിലും കയറിയിറങ്ങി കുഴിമാടങ്ങൾ നോക്കി നടന്നു. പക്ഷേ അഴുകിയ ശവം വെച്ചാൽ പോലീസ് പിടിക്കുമെന്നവർക്ക് തോന്നി. പിന്നെ അവരാലോചിച്ചത് വഴിയരികിൽ കിടക്കുന്ന ഏതെങ്കിലും ഭിക്ഷക്കാരനെ കൊല്ലാമെന്നാണ്. പക്ഷേ അതും പരാജയപ്പെട്ടു. ദിവസങ്ങൾ കഴിയുന്തോറും കുറുപ്പിന്റെ അക്ഷമ കൂടി വന്നു. അബുദാബിയിലേക്ക് തിരിച്ചു പോകേണ്ട സമയമടുത്തു. ഒടുവിൽ ആ ക്രൂരമായ തീരുമാനത്തിൽ അവരെത്തിച്ചേർന്നു. നമുക്ക് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോകാം, എന്നിട്ട് കൊല്ലാം. അവർ കാറുമായി നാഷണൽ ഹൈവേയിലേക്ക് ഇറങ്ങി. ലക്ഷ്യമൊന്നു മാത്രം, കുറുപ്പിന്റെ വണ്ണവും ഉയരവുമുള്ള ഒരിര. സമയം രാത്രി 10 മണി കഴിഞ്ഞിരുന്നു. കരുവറ്റ എന്ന സ്ഥലത്ത് ഒരു യുവാവ് ബസ് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പേര് ചാക്കോ, ഒരു ഫിലിം റെപ്രസെന്റേറ്റീവ്. അയാളുടെ കയ്യിലെ സഞ്ചിയിൽ ഗർഭിണിയായ ഭാര്യയ്ക്കുള്ള പലഹാരങ്ങളോ ജനിക്കാൻ പോകുന്ന കുഞ്ഞിനുള്ള ഉടുപ്പുകളോ ഉണ്ടായിരുന്നിരിക്കാം. സന്തോഷത്തോടെ വീട്ടിലേക്ക് പോകാൻ നിന്ന ചാക്കോയുടെ മുന്നിലേക്ക് വിധി ഒരു കറുത്ത അംബാസഡർ കാറിന്റെ രൂപത്തിൽ വന്നു നിന്നു. കാറിൽ നിന്ന് കുറുപ്പ് ചാക്കോയെ ഉറ്റുനോക്കി. ഒറ്റനോട്ടത്തിൽ ചാക്കോയ്ക്ക് കുറുപ്പിന്റെ ഛായയുണ്ടായിരുന്നു. മുടി, വണ്ണം, ഉയരം എല്ലാം ഒത്തുവരുന്നു. കുറുപ്പ് തലയാട്ടി. ആ നിമിഷം ചാക്കോയുടെ ആയുസ്സിന് അറുതി വന്നിരുന്നു. ലിഫ്റ്റ് തരാം എന്ന് പറഞ്ഞ് അവർ ചാക്കോയെ കാറിൽ കയറ്റി. യാത്രക്കിടയിൽ സൗഹൃദം നടിച്ച് മദ്യം നൽകി. അതൊരു സാധാരണ മദ്യമായിരുന്നില്ല, അതിൽ ഈഥർ കലർത്തിയിരുന്നു. ചാക്കോ മയങ്ങി വീണു. പിന്നീട് നടന്നത് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരതയായിരുന്നു. മയങ്ങിക്കിടന്ന ചാക്കോയുടെ കഴുത്തിൽ തോർത്തുമുറുക്കി. പിടഞ്ഞു തീരും വരെ അവർ ശ്വാസം മുട്ടിച്ചു. ഒരു പാവം മനുഷ്യന്റെ ജീവൻ 8 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ആ കാറിനുള്ളിൽ അവസാനിച്ചു. പക്ഷേ മരിച്ചാൽ മാത്രം പോരല്ലോ, അത് സുകുമാരക്കുറുപ്പാണെന്ന് ലോകം വിശ്വസിക്കണം. അതിനായി അവർ മൃതദേഹവുമായി ഭാസ്കരപിള്ളയുടെ വീട്ടിലേക്ക്, സ്മിതാഭവൻ എന്നിടത്തേക്ക് പോയി. സ്വന്തം വീട്ടിലെ അടുക്കളയിൽ വെച്ച് അവർ ചാക്കോയുടെ മുഖത്തേക്ക് പെട്രോൾ ഒഴിച്ചു. മുഖം കത്തിച്ച് വികൃതമാക്കി. കുറുപ്പിന്റെ വസ്ത്രങ്ങൾ അണിയിച്ചു. കുറുപ്പിന്റെ മോതിരം, വാച്ച് എല്ലാം കൃത്യമായി ധരിപ്പിച്ചു. തുടർന്ന് മാവേലിക്കര കുന്നമ്പാടത്ത് വെച്ച് കാറിനുള്ളിൽ 10 ലിറ്റർ പെട്രോൾ ഒഴിച്ചു കത്തിച്ചു. ആ തീയിലെരിഞ്ഞടങ്ങിയത് സുകുമാരക്കുറുപ്പല്ല, ഒരു കുടുംബത്തിന്റെ അത്താണിയായെന്ന്. പിറ്റേന്ന് ലോകമറിഞ്ഞത് കുറുപ്പിന്റെ മരണവാർത്തയാണ്. ബന്ധുക്കൾ കരഞ്ഞു, സംസ്കാരം നടത്തി. പക്ഷേ ചെങ്ങന്നൂർ DYSP ഹരിദാസിന് എന്തൊക്കെയോ പന്തികേട് തോന്നി. ഒന്ന്,
മരിച്ചയാളുടെ ബന്ധുക്കൾക്ക് വേണ്ടത്ര വിഷമമില്ല. 2. സംഭവസ്ഥലത്തു നിന്ന് കിട്ടിയ ഒരു ഇടത് കൈയുറ റബ്ബർ ഗ്ലൗ. ഭാസ്കരപിള്ളയുടെ കൈകളിൽ പൊള്ളലേറ്റ പാടുകളുണ്ടായിരുന്നു. അത് കാർ കത്തിയപ്പോൾ രക്ഷിക്കാൻ ശ്രമിച്ചതാണ് എന്നായിരുന്നു പിള്ളയുടെ മൊഴി. പക്ഷേ ആ മൊഴിയിലെ വൈരുദ്ധ്യം പോലീസിന് മനസ്സിലായി. ഏറ്റവും വലിയ തെളിവ് വന്നത് പോസ്റ്റ്മോർട്ടം ടേബിളിൽ നിന്നാണ്. കേരളം കണ്ട ഏറ്റവും മികച്ച ഫോറൻസിക് സർജൻ ഡോക്ടർ ബി ഉമാദത്തൻ. അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ കേസിനെ കീഴ്മേൽ മറിച്ചു. തെളിവ് 1. ശ്വാസകോശത്തിൽ കരിയില്ല. ആബ്സൻസ് ഓഫ് സൂട്ട്. ജീവനോടെയാണ് ഒരാൾ കത്തുന്നതെങ്കിൽ അയാൾ ശ്വാസം വലിക്കുമ്പോൾ പുകയും കരിയും ശ്വാസകോശത്തിൽ കയറും. ഇതിൽ അതില്ല. അതിനർത്ഥം കാർ കത്തുന്നതിനു മുൻപ് തന്നെ അയാൾ മരിച്ചിരുന്നു. തെളിവ് 2. വയറ്റിലെ ഭക്ഷണം. കുറുപ്പ് വീട്ടിൽ നിന്ന് കഴിച്ചത് ചോറും മീൻകറിയുമാണെന്ന് പറയുന്നു. പക്ഷേ മരിച്ചയാളുടെ വയറ്റിൽ ദഹിക്കാത്ത നിലയിൽ ചോറും ഓംലറ്റുമായിരുന്നു. അത് ചാക്കോ അവസാനം കഴിച്ച ഭക്ഷണമായിരുന്നു. ഇതോടെ പോലീസ് ഉറപ്പിച്ചു, ഇത് അപകടമല്ല, ആസൂത്രിതമായ കൊലപാതകമാണ്. പോലീസ് മുറിയിൽ ചോദ്യം ചെയ്തപ്പോൾ ഭാസ്കരപിള്ളയും പൊന്നപ്പനും എല്ലാം ഏറ്റുപറഞ്ഞു. സത്യം പുറത്തുവന്നു. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ട്. കൂട്ടുപ്രതികൾ പിടിയിലായി. പക്ഷേ കുറുപ്പ്? അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വിവരം ലഭിച്ചു. അയാൾ ആലുവയിലെ പ്രിൻസ് ഹോട്ടലിലുണ്ടെന്ന്. പോലീസ് ജീപ്പുകൾ പാഞ്ഞു. അവർ ഹോട്ടൽ വളഞ്ഞു. മുറിയിലേക്ക് ഇരച്ചുകയറി. പക്ഷേ വിധി കുറുപ്പിന്റെ കൂടെയായിരുന്നു. പോലീസ് എത്തുന്നതിന് വെറും മിനിറ്റുകൾക്ക് മുൻപ് അയാൾ രക്ഷപ്പെട്ടിരുന്നു. മുറിയിൽ ബാക്കിയായത് കത്തിച്ചുകളഞ്ഞ പാസ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ മാത്രം. അവിടെ നിന്ന് അയാൾ ഇരുളിലേക്ക് മറഞ്ഞു. പിന്നീട് ഇന്നുവരെ ആരും അയാളെ കണ്ടിട്ടില്ല. പിന്നീട് നടന്നത് ചരിത്രമാണ്. പോലീസ് ഇന്ത്യ മുഴുവൻ അരിച്ചുപെറുക്കി. മുംബൈയിലെ ചേരികളിൽ, ബീഹാറിലെ ആശ്രമങ്ങളിൽ, നേപ്പാളിൽ. പലരും പറഞ്ഞു അയാളെ കണ്ടുവെന്ന്. ചിലർ പറഞ്ഞു അയാൾ പ്ലാസ്റ്റിക് സർജറി ചെയ്തുവെന്ന്. മറ്റു ചിലർ വിശ്വസിക്കുന്നത് അയാൾ ഗൾഫിലേക്ക് തന്നെ കടന്നു എന്നാണ്. ഒരിക്കലൊരു നേഴ്സ് എഴുതിയ കത്തുവന്നു. സുകുമാരക്കുറുപ്പ് ഹൃദ്രോഗം വന്ന ഉത്തരേന്ത്യയിൽ മരിച്ചു എന്ന്. പക്ഷേ അതൊന്നും സ്ഥിരീകരിക്കാൻ പോലീസിനായില്ല. വർഷം 40 കഴിഞ്ഞു. ചാക്കോയുടെ ഭാര്യ ശാന്തമ്മ, അച്ഛനെ കാണാതെ വളർന്ന മകൻ ജിതിൻ. ഇവർക്കിന്നും നീതി എന്നത് ഒരു ചോദ്യചിഹ്നമാണ്. സുകുമാരക്കുറുപ്പ് ജയിച്ചോ? പണത്തിനു വേണ്ടിയായിരുന്നു എല്ലാം. പക്ഷേ ആ 8 ലക്ഷം രൂപ അയാൾക്ക് കിട്ടിയില്ല. സ്വന്തം മക്കളെ കാണാനായില്ല. സ്വന്തം പേരിലൊന്ന് ജീവിക്കാൻ പോലും അയാൾക്കായില്ല. 40 വർഷം പേടിച്ച്, ഒളിച്ച്, സ്വന്തം നിഴലിനെപ്പോലും ഭയന്ന് ജീവിക്കേണ്ടി വന്നു. ഒരുപക്ഷേ അയാൾ മരിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഇന്നും തൊപ്പിയും വെച്ച്, നരച്ച താടിയുമായി ഏതെങ്കിലും ആൾക്കൂട്ടത്തിൽ നമ്മളിലൊരാളായി, ഈ വീഡിയോ കാണുന്നവരിലൊരാളായി അയാൾ ജീവിച്ചിരിപ്പുണ്ടാകാം. നമ്മുടെ തൊട്ടടുത്ത്. സുകുമാരക്കുറുപ്പ് ഒരു പേരുമാത്രമല്ല ഇന്ന്. മനുഷ്യന്റെ അത്യാഗ്രഹത്തിന്റെയും ക്രൂരതയുടെയും ഒപ്പം പോലീസിന്റെ പരാജയത്തിന്റെയും മായാത്ത ഒരു മുറിപ്പാടാണ്.